കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോടൊപ്പം ജീവിക്കാൻ സാധിക്കാതെ വന്നപ്പോഴുള്ള കടുത്ത നിരാശ, അങ്ങനെ ജീവിതം എല്ലാ നിലയ്ക്കും വഴിമുട്ടി നിന്നപ്പോൾ 23കാരൻ ചെയ്ത ക്രൂരകൃത്യം. തലസ്ഥാനത്തെ നടുക്കിയ കൂട്ടക്കൊലപാതകത്തിൽ പോലീസിന്റെ നിഗമനം ഇങ്ങനെയാണ്. നിലവിൽ പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എങ്കിലും ഇപ്പോഴും അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ തുടരുന്നു. ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞാൽ ജയിലിലേക്ക് എത്തിക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. കസ്റ്റഡിയിൽ വാങ്ങിയതിന് പിന്നാലെയായിരിക്കും മറ്റ് കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തുക. അതായത് കടബാധ്യതയാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പി വ്യക്തമാക്കുന്നത്. ഇതിനിടെ ഫർസാൻ അഫാന്റെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യവും പുറകെ അഫാൻ എത്തുന്നതുമൊക്കെ തന്നെ ഫോണിൽ സംസാരിക്കുന്നതും ഉൾപ്പെട്ട CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇതിൽ അഫാന്റെ ചോദ്യവും ഫർസാനയുടെ മറുപടിയും അടക്കം ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായിരിക്കുന്നു. എവിടെയാണ് നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഫർസാന മറുപടി പറയുകയാണ്. അതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വൈകിട്ട് 3:42 കാമുകിയെ അഫാൻ കൂട്ടിക്കൊണ്ടുവരുന്നത്. പിന്നാലെയാണ് കൊലപ്പെടുത്തുന്നത്. അതായത് വീടിന്റെ മുകളിലെ നിലയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ഫർസാനയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തുന്നത്. ഫർസാനയുടെ നെറ്റിയിൽ ചുറ്റിക കൊണ്ട് അടിച്ച ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. നെഞ്ചു മുതൽ മുഖം വരെയും അടിയേറ്റിരുന്നു. ചുറ്റിക ഉപയോഗിച്ച് ആഴത്തിൽ മുറിപ്പെടുത്തിയതാണ് മരണത്തിന് കാരണമായത്. അതായത് ഫർസാനയുടെ മുഖം ആകെ വികൃതമായ നിലവിൽ തന്നെയാണ് പോലീസ് കണ്ടെത്തുന്നത്. അതേസമയം കൊല്ലപ്പെട്ട ഫർസാനയുടെ സ്വർണ്ണമാലയും അഫാൻ വാങ്ങി പണയം വെച്ചിരുന്നുവെന്നും ഈ മാല എടുത്തു തരണമെന്ന് ഫർസാന അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നതായിട്ടും പോലീസ് കണ്ടെത്തുകയാണ്. ഇതിന് പിന്നാലെ ഫർസാനയുടെ വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി അഫാൻ ഒരു മുക്കുബണ്ടം മാല നൽകിയെന്നും പറയുന്നു. മാല പണയത്തിലാണെന്ന് ഫർസാനയുടെ വീട്ടിൽ അറിയിക്കാതിരിക്കാനാണ് തൽക്കാലം ഇത്തരത്തിലൊരു മുക്കുബണ്ടം നൽകിയെന്നാണ് വിവരങ്ങൾ. അതേസമയം അഫാന്റെ കുടുംബത്തിന് 65 ലക്ഷം രൂപയുടെ കടബാധ്യതയുള്ളതായിട്ട് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കടത്തിന് കാരണം ആർഭാടമാണോ എന്നത് പോലീസ് പരിശോധിക്കുന്നു. അമ്മയെ 2 തവണ അഫാൻ ആക്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അഫാനും അമ്മയും സഹോദരനും അടങ്ങിയ ഒരു കൊച്ചു കുടുംബത്തിന്റെ കടബാധ്യത 65 ലക്ഷം എന്നുള്ളത് പോലും ഞെട്ടിക്കുകയാണ്. ബന്ധുക്കളും നാട്ടുകാരുമായി 13 പേരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയിരുന്നു. 12 ലക്ഷം രൂപ കിട്ടിയ 2 ചിട്ടികളുടെ അടവും മുടങ്ങിയിരുന്നു. ദിവസവും പണം തിരികെ ആവശ്യപ്പെട്ട് വീട്ടിൽ നിരവധി പേർ എത്തുകയായിരുന്നു എന്നും വിവരങ്ങളുണ്ട്. പണമില്ലാത്തതിനാൽ പിതാവിന് നാട്ടിലെത്താനായില്ല. അതേസമയം അമ്മയെ ആക്രമിച്ചതിന് പിന്നാലെ അഫാൻ വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 1400 രൂപ കടം വാങ്ങിയാണ് കൊല്ലാനുള്ള ചുറ്റിക വാങ്ങുന്നത്. വല്യുമ്മയെ കൊലപ്പെടുത്തി കൈക്കലാക്കിയ മാല പണയം വെച്ച് 74,000 രൂപ വാങ്ങി. അതിൽ 40,000 രൂപ കടം വാങ്ങിയ 4 പേർക്ക് തിരികെ കൊടുത്തു. കൊടും ക്രൂരതയ്ക്കിടയിൽ അഫാൻ വാങ്ങിയ കടം വീട്ടിയതും ഏറെ വിചിത്രമായിരുന്നു. 3 പേരെ കൊന്നതിന് പിന്നാലെ വീട്ടിലെത്തിയ അഫാൻ അമ്മയ്ക്ക് ജീവനുണ്ടെന്ന് കണ്ടപ്പോൾ വീണ്ടും ആക്രമിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. കാമുകി ഫർസാനയുടെ മാല പണയം വെച്ച് 90,000 രൂപയാണ് വാങ്ങിയത്. പകരമായി നൽകിയത് മുക്കുബണ്ടമായിരുന്നുവെന്നും വ്യക്തമാകുന്നു. ഇത് തിരികെ ചോദിച്ച് അക്കാര്യം ഫർസാനയുടെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകുമെന്നതും ഫർസാനയും കൊല്ലാൻ കാരണമായെന്നും പറയുന്നു. അതേസമയം അഫാൻ ലഹരി ഉപയോഗിച്ചു എന്നതിന്റെ സാന്നിധ്യം പോലും പോലീസ് ഇപ്പോൾ തള്ളുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.